എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചുകൊണ്ട് പുസ്തകമെഴുതിയ ചരിത്രകാരനാണ് വാലന്റൈൻ ഷിറോ. കപ്പലൂട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന BO ചിദംബരം പിള്ള ആരംഭിച്ച കമ്പനിയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റേറ്റ് വാരി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങളാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. റയറ്റ് എന്ന വാക്കിനർത്ഥം കർഷകർ എന്നാണ്. മഹൽ എന്ന വാക്കിനർത്ഥം ഗ്രാമം എന്നാണ്. റയറ്റ് എന്ന വാക്കിനർത്ഥം കർഷകരെന്നും മഹൽ എന്ന വാക്കിനർത്ഥം ഗ്രാമങ്ങൾ എന്നുമാണ്. ബംഗാളിൽ നീലം കർഷകരുടെ സമരം നടന്ന വർഷം 1959. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ബ്രിട്ടീഷുകാരനാണ് കനോലി പ്രഭു. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ്. സന്താൾ കലാപം നടന്ന വർഷം 1855. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കൂടാതെ കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗമാണ് കുറുമ്പർ. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമൻ നമ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ വെച്ചാണ് 1857 മെയ് 10. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രക്ഷോഭമാണ് പൈക പ്രക്ഷോഭം 1817. പൈക പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവാണ് ബക്ഷി ജഗബന്ധു. പൈക പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ബക്ഷി ജഗബന്ധു. 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ഫക്ത് ഖാനും. ഗ്വാളിയാർ, ഝാൻസി, ബുന്ദേൽഖണ്ഡ് റാണി ലക്ഷ്മിഭായി. ആഗ്ര, ലക്നൗ, അവധ് ബീഗം ഹസത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ജഗദീഷ്പൂർ ആര ബീഗം കൻവർ സിംഗ്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. മീററ്റ് ഖദം സിംഗ്. മീററ്റിലെ ഖദം സിംഗ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ. മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ സ്ഥാപിച്ച വർഷമാണ് 1876. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി 1864 സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1856 പാസാക്കാൻ പ്രേരണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് 1864 സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. യങ് ബംഗാൾ മൂവ്മെന്റ് ആരംഭിച്ചത് വിവിയൻ ഡെറോസിയാണ് യങ് ബംഗാൾ മൂവ്മെന്റ് ആരംഭിച്ചത്. ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഹിന്ദു, സ്വദേശി മിത്രം എന്നിവ സ്ഥാപിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഫർദൂർജി മസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ. ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ഗാന്ധിജി. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത്
ലജ്പത് റായ്. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ഗാന്ധിജി. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബസന്റ്. എല്ലാവർക്കും ടോപ്പ് 20 PSC ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.